നമുക്ക് റെഡിയാവും. ഉമ്മാൻ്റെ തപ്പന കേട്ടോ. ഉമ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സാധനം തപ്പിട്ട് പോയിട്ടുണ്ടോ കണ്ടോ. നല്ല രസമുണ്ടെങ്കിൽ എന്താ വെറുതെ ഈ ബാഗെല്ലാം വാങ്ങിയിട്ട് അനാവശ്യ ക്യാഷ് ചിലവാക്കുന്ന പകരം ഷോക്ക് ചെയ്യാതെ നല്ല കമ്പനി ബാഗാണ് ഈ ആ ചെറിയ ടൊമാറ്റോ കാണുമ്പോൾ കുട്ടിക്ക് ചെറിയ അത് ഉമ്മാൻ്റെതാ. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ജുത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫിസ മോൾക്ക് പോകുന്നു കേട്ടോ. മോൾക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ പൾസ് വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പൾസ് ഉണ്ടാകാൻ നോക്കാൻ പോകുന്നതാണ്. പിന്നെ എനിക്കൊരു ഇത്തിരി സാധനങ്ങളാണ്. സാധനം എന്ന് പറഞ്ഞാൽ ഇന്നർ പർച്ചേസാണ് കേട്ടോ. അത് ഞാൻ അവിടെ നിന്ന് വാങ്ങുള്ളൂ. ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് വാങ്ങുന്നത്. ഓഫറിലൊക്കെ ഉണ്ടാവും. പിന്നെ വർക്കൊന്നും മതിയാവുന്നില്ല, അതാണ് പ്രശ്നം. നോമ്പ് സമയത്ത് കണ്ണിലൊക്കെ വർക്കുണ്ടോ പോയില്ലെങ്കിലും പൊട്ടാത്തൊരവസ്ഥ. ഓക്കെ, ഇനി ഞാൻ പുതിയ വീഡ്സാണ് വാങ്ങിയത്. കണ്ടില്ലേ, നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ കാണാൻ. ഓക്കെ, നമുക്ക് റെഡിയാവാം. ഇനി എന്താ ചൂടാണല്ലോ ഉമ്മക്ക്, കയ്യിൽ പൈസ ഇല്ല ഉമ്മ. ചിലവൊക്കെ പൈസ ഇല്ലേ, ചിലവൊക്കെ പൈസ ഇല്ലായിരിക്കും. അതായിരിക്കും റെഡി ആകുമ്പോൾ ഭയങ്കര ചൂട്. ഈ ഫാൻ ഓഫ് ആക്കിയിട്ടില്ലേ അവിടെ. കുട്ടികൾക്ക് ഇന്ന് എക്സാം 12:30 വരെ കേട്ടോ. അവർക്ക് അപ്പോൾ ഞാൻ ഇന്നലെ ഫുള്ള് AC ക്ലീൻ ചെയ്തു. പിന്നെ ഇതൊക്കെ ക്ലോത്തൊക്കെ മടക്കി വെച്ചിട്ടാണ് നോക്കണം. ഇനി വന്നിട്ട് ഒരുപാട് ക്ലീനിങ് ഉണ്ട്. റൂം ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ ആയിട്ട്. ഗസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ പറയാം. പിസ്സ നെക്സസ് മാളിൽ എത്തി കേട്ടോ. നമ്മളിവിടെ വന്നത് ലൈഫ് സ്റ്റൈൽ കാണട്ടെ. ലൈഫ് സ്റ്റൈൽ നോക്കാം ഇവിടെ ഉണ്ടോന്ന്. ഇവിടെ ഓർത്താണ് വന്നല്ലോ മിഞ്ഞാന്ന്. ഇവിടെ മണിക്കുന്ന ലോക്കിട്ട വണ്ടിൻ്റെ അവസ്ഥ. ഡോർ ഓപ്പൺ ആയല്ല ഇല്ല, ബാക്കി വണ്ടി ലോക്ക് ആവില്ല കേട്ടോ. ഇതൊക്കെ മാഷാല്ല ടാറ്റ കാർ വാങ്ങുന്നവർക്ക് അടിപൊളിയായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ലേഡീസിന് പറ്റിയൊരു വണ്ടിയാണ്. കാരണം ഒരു ടെൻഷനില്ല, ഡീക്ലച്ച് ചെയ്യുന്ന ആവശ്യമില്ല. നേരെ ഇങ്ങനെ റോഡും പിന്നെ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞാൽ മതി. എങ്ങനെയും പോകാൻ പറ്റും വണ്ടിയിൽ. പിന്നെ അറിയാതെ റോഡിലൊക്കെ വിടാനറിയാമെന്ന് പറഞ്ഞിട്ട് റോഡിലൊക്കെ കൊണ്ടുവരണ്ട. ഫസ്റ്റ് സ്റ്റിയറിംഗ് ബാലൻസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ എടുക്കണം, എങ്ങനെ റൈറ്റ് ലെഫ്റ്റ് നോക്കണം, ഇൻഡിക്കേറ്റർ ഇടണം, അതൊക്കെ എക്സ്പീരിയൻസ് ആയ ശേഷം മെല്ലെ 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 ക്രൗഡ് ഇല്ലാത്ത സമയത്ത് റോഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ ആരെങ്കിലും സപ്പോർട്ട് കൂടിയിട്ടാണ് ആരെങ്കിലും സപ്പോർട്ടിലൂടെയാണ് ട്രാഫിക്കിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ട്രാഫിക്കിൽ നിങ്ങൾ 2 തവണ വണ്ടി ഓട്ടിയാലുണ്ടല്ലോ, ലേഡീസ്ക്കാണ് കേട്ടോ പറയുന്നത്. 2 തവണ ട്രാഫിക്കിൽ വണ്ടി ഓട്ടിയാൽ സോ നിങ്ങൾക്ക് ആ ഒരു സ്കെയർ ഉണ്ടാവുമല്ലോ, കാറ് വിടുന്ന ഒരു പേടി, അത് മാറും കേട്ടോ. പിന്നെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, അത് നമ്മൾ പുറത്തെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ, ഡ്രൈവ് ചെയ്യണമെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്യും കേട്ടോ. എന്താണ് ലൈഫ് സ്റ്റൈൽ വിച്ച് ഫ്ലോർ ലേഡീസാണ്. അപ്പർ ഗ്രൗണ്ട് അണ്ടർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പർ ഗ്രൗണ്ട് ഞാൻ അണ്ടറാക്കിട്ടോ. ഓക്കെ, നമുക്ക് ലൈഫ് സ്റ്റൈൽ പോവാം. ഞാൻ ഇട്ട ചെറുപ്പത്തര ശരിയല്ല കേട്ടോ. മീൻസ് ഹീൽസാണ്. ഉമ്മ വന്നു കേട്ടോ. ഉമ്മ പറയുന്നത് ഞാനിന്ന് 30 days കാർ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ അടുത്ത് പഠിക്കുമെന്നുള്ളത്. ഞാൻ പഠിപ്പിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് ഒന്നാമതായി. പിന്നെ പിന്നെ ഉമ്മക്ക് ലിസണിങ് പവറില്ല. നമ്മൾ പറയുന്നതൊന്നും ഉമ്മ കേൾക്കുന്നില്ല. ഓക്കെ, അതെനിക്ക് ചിലപ്പോൾ തോന്നാവശ്യം ബെറ്റർ അവരെന്നെ പഠിപ്പിക്കുന്നതാണെന്നുള്ളത്. പിന്നെ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ബാംഗ്ലൂരിലുള്ള പിസ്സ നെക്സസ് മാള്. ഡ്രസ്സൊക്കെ പർച്ചേസായി. നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈലിലാണ് കേട്ടോ വന്നത്. അവിടെയാണ് ബ്യൂട്ടി പ്രൊഡക്റ്റുകളുള്ളത്. എനിക്ക് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, ഞാൻ ഓൾറെഡി
വാങ്ങിയത് തന്നെ ഉണ്ടല്ലോ. പിന്നെ കൂടുതലായിട്ട് ഞങ്ങളാരും അത്ര ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. വെറുതെ എന്തിനാണ് വാങ്ങിയിട്ട് പൈസ കളയണം. ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയാൽ 1 year വരും. അതേ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു വേറെ ഷെയ്ഡ് അത് ഇത്. പിന്നെ കൊലബറേഷൻ എനിക്ക് കിട്ടാറുണ്ട്. അതന്നെ കൊലബറേഷൻ വന്നത് ഞാൻ ആരാൾക്കും കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ കൊലബറേഷൻ ചെയ്യാറില്ല. ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കരമുണ്ട് കേട്ടോ ലൈഫ് സ്റ്റൈൽ. അപ്പോഴെന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ. ഓ ഇനിയുണ്ട് കേട്ടോ HM. ഉണ്ട്. അപ്പം മേലായിരിക്കും കേട്ടോ. ലൈഫ് സ്റ്റൈലല്ലേ? ഹലോ ലൈഫ് സ്റ്റൈല്. ഓ ഇവിടെ അത് പറയുന്നത് ഇവിടെ അടുത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര സെൻറ്റിൻ്റെ സ്മെല്ലാണ്. ഇതന്നെ കേട്ടോ HM കണ്ടു ഞാൻ. ലൈഫ് സ്റ്റൈൽ ഇവിടെ തപ്പാണ്. നോക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ടീഷർട്ട് അത് ഇതെന്നൊക്കെ ഫ്ലാറ്റ് 50% ആണ്. അത് ലെഗിൻസ് പാൻറ്റ്. ഓ ഹൈ റൈസ് പാൻറ്റാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ റേറ്റ് നോക്കാം ആദ്യം. $3,999 ഇട്ടിട്ട് അതിൽ 50% എത്ര 1,500 വരും. നല്ല ഐഡിയ ആണല്ലേ അല്ലേ? ബെസ്റ്റ് ഐഡിയ ആണ്. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഉമ്മാൻ്റെ സ്ഥലം, ഉമ്മാൻ്റെ ഗവണ്, ഉമ്മാൻ്റെ നാടുള്ള ഡ്രസ്സ്. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം നടുവിൽ നാടുള്ള ഡ്രസ്സ്. എപ്പോൾ പോയാലോ എവിടെ പോയാലാ തപ്പുന്നത് ആദ്യമായിട്ട് നടുവിൽ നാടുള്ള ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഉണ്ട് ഗൈസ്. എന്താ ഇതൊരു ടോപ്പും പിന്നെ ഇതൊരു പാൻറ്റ് ഡ്രസ്സുണ്ട്. കളറാ അല്ല ഒരു കോഡ് സെറ്റ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സല്ല ഒരുപാട് ഇഷ്ടമാണ്. കോഡ് സെറ്റ് ഇത് ടോട്ടൽ 2,500 വരും. അല്ല 1,200 2,500 രൂപ വരും. രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇട്ടാലും നല്ല രസം കാണും. അതിക്ക് വൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇതാക്കണം. വേണ്ട ഇതോടെ ഡെനിംസ് പാൻറ്റ് ഉണ്ടോ 1,299 ആണ്. ഡ്രസ്സ് വാങ്ങാൻ വന്നാൽ അതേ ഒരു വിഷയം. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടിരുന്നു കേട്ടോ. 300 rupees എന്തുണ്ടായിരുന്നു. 599 ആണ്. സെയിം സാധനമാണ് 399. ഫ്ലിപ്കാർട്ടിൽ എവിടെ കിടക്കുന്നുണ്ട്. ക്വാളിറ്റി ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ഉണ്ടാവും. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതെല്ലാം വീട്ടിൻ്റെ ഉള്ളിലിടാൻ പോയിട്ട് വാങ്ങുന്നു ഈ സാധനങ്ങൾ. എങ്ങനെ ഉണ്ട് കണ്ടില്ലേ? 599 വീട്ടിൻ്റെ ഉള്ളിലിടാൻ വാങ്ങണത്ര. ഇതാ ഇപ്പോഴത്തെ ന്യൂ മോഡൽ പാൻറ്റ് എന്ന് പറഞ്ഞതാ ഈ ഇങ്ങനെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെയുള്ളത്. കാരണം ഇതൊരു കർവ് ഷേപ്പിൽ നിൽക്കും ബോഡിയൊക്കെ. അപ്പോൾ ഇത് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ വാങ്ങാമായിരുന്നു. കളർ ചേഞ്ച് ഇല്ലായിരിക്കും. ഇതിൻ്റെ കോസ്റ്റ് നോക്കട്ടെ. ഇത് ഭയങ്കര ഓൺലൈനിൽ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ എത്ര ഉണ്ടോ ഇട്ടിട്ട് ജീൻസിലാവാം. ജീൻസിന് കേട്ടോ എന്നിട്ട് മീൻസ് ഇതും ഹൈ റൈസാണ്. പിന്നെ ഇപ്പോഴത്തെ മോഡലായിട്ട് ഇതാണ് കേട്ടോ. കാരണം കാലിൻ്റെ അവർ ബെൽ പോയിൻ്റ് പോലെ ഇത് പറഞ്ഞാൽ എന്താ പറയുക കേർവ് ഷേപ്പിലാണ് ബോഡിയൊക്കെ നിൽക്കുന്നത്. ഞാൻ ബ്ലാക്ക് കാണിച്ചില്ല അതുപോലെ. ഇതൊരു നമ്മൾ ബൂട്ട്സൊക്കെ ഇടുമ്പോൾ ഒരു ഷോർട്ട് ടോപ്പായിട്ട് ഒരു ഏതാ പറയുക ഒരു സ്ക്വയറുള്ള നെക്കായിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് ഈ ഒരു പാൻറ്റ് ഇട്ടാൽ അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. ഞാൻ പിന്നെ പാൻറ്റ് ജീൻസ് പാൻറ്റൊക്കെ ഓൺലൈനിലാണ് എടുക്കുന്നത്. എത്ര നോക്കട്ടെ. ഓഫർ ഇല്ല. ഇത് 2,199 ഇതായിട്ട് തന്നെ കിടക്കട്ടെ. പിന്നെ ഇതാ നമ്മളെ ഡ്രസ്സിൻ്റെ വാല്യൂ വരികയാണെന്ന് പറയുന്നത് ഈ സാധനത്തിന് കേട്ടോ. ഈ സാധനം എൻ്റെ അടുത്തുണ്ട് ഈ ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ 1,699 ഈ ഡ്രസ്സ്. ഞാനെപ്പോൾ വീട്ടിലിടാറുണ്ട്. 2 ഡ്രസ്സുണ്ട് ഇത് നോക്കൂ. പിന്നെ ഇതൊക്കെ ഹൈ റൈസ് പാൻറ്റാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ.
ഇതല്ല, ഇത് വേണം മറ്റേ എനിക്കിതിഷ്ടമല്ല കേട്ടോ പാൻറ്റ്. മുമ്പേ നമ്മൾ ഫാറ്റാണ്, അപ്പോൾ ലൈക്ക് ബോഡീനും ഫാറ്റ് കാണും. അങ്ങനെ ഉള്ള അകല പാൻറ്റിന് അടങ്ങി ഒതുങ്ങി ഫിറ്റ്നസ് ആയിട്ടുള്ളൊരു ടീഷർട്ട് ഇടണം, അപ്പോൾ അല്ലെങ്കിൽ രസം കാണും. ടോപ്പ് കൊണ്ടല്ലോ ഈ ഒരു ടോപ്പ് ഈ ഒരു പാൻറ്റ് നല്ല മാച്ചാണ്, കണ്ടില്ലേ ഈ ഒരു ടോപ്പ്. ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള ഡ്രസ്സ് എനിക്കിഷ്ടം. ഇതാ ഈ ഒരു ടീഷർട്ട് ഇങ്ങനെയുള്ള ഒരു പാൻറ്റ്. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ബ്രൗൺ ഉണ്ട്, ഇതുപോലല്ല വേറെ ടൈപ്പാണ്. എനിക്കിങ്ങനെ ഇത് കോഡ് സെറ്റെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഭയങ്കര കണ്ടില്ലേ 1100 199 പാൻറ്റ് ഓക്കെ. ബട്ട് വേറെ കളർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡ്രസ്സൊന്നും നോക്കില്ല, ജസ്റ്റ് ഒന്ന്. ഇവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊന്ന് ഈ ടീഷർട്ടിക്ക് ഈ പാൻറ്റ് മാച്ചാണ്. ഇത് കാണിച്ചല്ലോ ഞാൻ ഓൾറെഡി. ഇത് ഉമ്മാൻ്റെ തപ്പന കേട്ടോ. ഉമ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സാധനം തപ്പിട്ട് പോയിട്ടുണ്ടോ? ഉമ്മാൻ്റെ സാധനം തപ്പി പോയിട്ടുണ്ടോ? നീ നിൻ്റെ സാധനം തപ്പി പോയിട്ടുണ്ടോ എന്നിട്ട്? അപ്പോൾ ഞമ്മലിനി വാങ്ങാൻ പോകുന്നത് ടീഷർട്ട് ബ്രൗണൊക്കെ. ഇവിടുത്തെ ബ്രാൻഡിങ്ങൾ നോക്കിയാൽ ഭയങ്കര നെറ്റ് വട്ടം, അത്ര കോസ്റ്റാണ്. പക്ഷേ ഉമ്മ വാ, ഉമ്മൻ്റെ അവിടെ വിളിക്കുന്നു. ഉമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. എനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ജീൻസ് പാൻറ്റൊക്കെ കുറച്ച് ഞാനിപ്പോൾ ഡയറ്റ് ഫിറ്റ്നസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ പെരുന്നാളിലെ വെയിറ്റ് കൂടിയല്ലോ. എന്തരമ്മ ടീഷർട്ട് 599 590 എനിക്കിതിഷ്ടപ്പെട്ടു ഈ സാധനം. ഈ പാൻറ്റ് ഒരു കോട്ടൺ ലൈക്ക് നല്ലൊരു മെറ്റീരിയലാണ്. ചന്തണ്ട് ഉമ്മക്കിത് ഇങ്ങനത്തെ 1290 പിന്നെ ലീഡിനോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കണ്ണൊക്കെ കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞാൽ ഈ സെറ്റും ഈ പാൻറ്റ് നോക്കും കോഡ് സെറ്റ്. ഇതെല്ലാം ഈ ഡ്രസ്സ് പോലെ കാണുന്നുണ്ട്. ഇത് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഈ സംഭവം ഡ്രസ്സുണ്ട്. ഞങ്ങൾ ബ്രാ നോക്കുമ്പോ ഇവിടെ മേ ബി ലേഡീസിന് മാത്രം സൂട്ടബിൾ ആവുന്നത്, കൺഫ്യൂസ് ആവാനില്ല. ലേഡീസിന് മാത്രം വേണ്ടി വെച്ച ഡ്രസ്സസ്സാണ്, അപ്പോൾ കൺഫ്യൂസ് ആവാനില്ല ഒന്നുമില്ലത്. ഇത് നോക്കൂ, കണ്ട ഡോൾ കിട്ടും. ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ 3/4 ഇടുന്നവർക്ക് നല്ല രസമായിട്ട് കാണും. പിന്നെ ടോപ്പട്ട ഇതിന് ജീൻസ് പാൻറ്റ് നല്ല മാച്ചാണ് കേട്ടോ. ഇതിന് ഇല്ല എനിക്കിഷ്ടപ്പെട്ടോ. ഈ പാൻറ്റ് മാച്ചാവും കറക്റ്റാണ്. ഹൈറൈസ് നല്ല ഇതകല. ഓക്കെ ഇത് കൊറിയൻ ടൈപ്പ് കേട്ടോ പാൻറ്റ്, കൊറിയൻ ടൈപ്പ് പാൻറ്റ്. അതിലൊക്കെ ഇങ്ങനെ കൊറിയൻ ടൈപ്പ് ഡ്രസ്സാണ് ഇപ്പോഴത്തെ ന്യൂ മോഡലാണ്. പക്ഷേ ഇവിടുത്തെ കോസ്റ്റ് ആക്കാം. കളക്ഷൻസൊക്കെ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. ഇതൊക്കെ നല്ല ഡ്രസ്സാണ് ബാഗ്. ബട്ട് റബ്ബ് ഗൈസ് എൻ്റെ ലൈഫിൽ ഞാൻ കഷ്ടട്ടോ ഈ ബാഗ് നോക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് അറിയോ? 3000 ആണ്. എത്ര രസമുണ്ടല്ലോ, ബ്രാൻഡഡ് ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ലൈഫിൽ ഞാൻ ഇത്രയുള്ള കോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നല്ല ബാഗ്സാണ് എല്ലാം. ഇത് നോക്കാം, ഇതൊരു ഹാൻഡ് വന്നിട്ട് ഇത് അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ചെയിൻ മോഡൽ വന്നിട്ട് അങ്ങനെ ചെയിൻ വന്നിട്ട് ഒരു വെറൈറ്റിയാണ് ലുക്ക്. ഇത്രയുള്ള കോസ്റ്റൊക്കെ ഉണ്ടല്ലേ ബാഗ്. ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ. അപ്പം എൻ്റെ അടുത്തുള്ള ബാഗുണ്ടല്ലോ, എൻ്റെ അനിയനാണ് കൊണ്ടുവന്നത് ദുബായിൽ നിന്ന്. അപ്പോൾ പറയുമോ നീ എന്താ വിചാരിച്ച് ബ്രാൻഡഡാണത് അങ്ങനെ ഇങ്ങനെയെന്ന് പറയാം. ഞാൻ അത്ര കോസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടാവില്ല. ബാഗാവട്ടെ ഷൂസ് ആവട്ടെ എല്ലാം എനിക്ക് ഇക്ക വാങ്ങി തന്നിട്ടുണ്ടാവുന്നതാണ്. ഞാനായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. ഒന്ന് ഇക്ക വാങ്ങിത്തരും, ഒന്ന് എൻ്റെ ബ്രദർ വാങ്ങിത്തരും,
ഇത് നോക്കി, ഇത് നല്ല രസമാണ്. ഇപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നതോ ബാഗെല്ലാം ഇത്രയുള്ള കോസ്റ്റ് ഉണ്ടല്ലേ എന്നുള്ളത്. അവർ വാങ്ങിത്തരുമ്പോൾ ഞാനത് നെഗ്ലക്റ്റാക്കി ഒരു സൈഡിൽ ഇട്ട് വിടായിരുന്നു. ബാഗ് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ക്രേസാണ് കേട്ടോ വന്നത്. ഇത് നോക്കൂ, പോകണം ബുദ്ധി ഇത് വാങ്ങട്ടോ. ഗൾഫിലൊക്കെ ഒരുപാട് നല്ല നല്ല ബാഗ്സൊക്കെ കിട്ടും കേട്ടോ, ഇങ്ങനത്തേതൊക്കെ. അങ്ങനെ നല്ല രസമാണ്. ഇത് നോക്ക്, ഒരു ബാഗ് കാണിച്ചിട്ടില്ല എന്ന് പറയണ്ടല്ലോ ഇഷ്ടം വന്നിട്ട്. എനിക്കൊരു ബെൽറ്റ് വേണം ഇതാണ് എനിക്ക് എങ്ങനത്തേതാണ് ഇഷ്ടപ്പെടുന്നത്. ഇതുപോലത്തതാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. സത്യമായിട്ട് അത് ഓരോരാൾക്ക് ഓരോ രീതിയിലല്ലേ. എനിക്ക് ഇതുപോലത്തതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇതിൻ്റെ വാങ്ങുന്നല്ല, ഇതിൻ്റെ കളറ് ഫേഡാവുക. ഇതിൽ ബെൽറ്റ് വരുന്നുണ്ട്. നോക്കട്ടെ ഇതിൻ്റെ റേറ്റ് നോക്കാം. കണ്ടോ നല്ല രസമുണ്ടെങ്കിൽ എന്താ, വെറുതെ ഈ ബാഗെല്ലാം വാങ്ങിയിട്ട് അനാവശ്യ ക്യാഷ് ചിലവാക്കുന്ന പകരം ഷോക്ക് ചെയ്യാതെ നല്ല കമ്പനി ബാഗാണ്. എന്താക്കാം, 1 ഗ്രാം ഗോൾഡ് എടുത്തിട്ട് സേവിങ്സ് ആക്കാം. ഏതിൽ ഇത് എങ്ങനെ ഉണ്ടോന്നു ഇല്ലേണ്ടൊരു ഇതാണ്, ബ്രാൻഡാണ്. ഇതിനൊന്ന് 3499 റേറ്റ്. ബാഗൊക്കെ നല്ല രസമാണ് കാണാൻ. എനിക്ക് ഈ ബാഗെല്ലാം ഇട്ടിട്ട് നടക്കുന്ന പകരം എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ നല്ല രീതിയിൽ വളർത്തണം. ഞാൻ ഷോക്ക് ചെയ്യുന്ന പകരം ഞാൻ ബാഗ് ഇട്ടിട്ട് ഇത്ര കോസ്റ്റിൻ്റെ ബാഗ് ഇട്ട് ആറ് കണ്ടിട്ട് എന്താ പ്രയോജനം. ഇതാവാ പൗച്ച്, ഇത് പൗച്ചു, ഇത് അപ്പം ನೀನು ಬುಕ್ ಕೊಡಂಗಲ್ಲೇ ನೋಕದು ನೋಕ ಪೌಚ್ ಬ್ಯೂಟಿ ಐಟಮ್ ಕೊಡ್ತೀನಿ. ഇതിനുണ്ട് 399. മോളിലാകുമ്പോഴത്തേക്ക് GST അത് ഇതെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഇവിടെ എമൗണ്ട് ഇടുന്നത്. പോയാ ഇതിനൊക്കെ ജസ്റ്റ് പാർട്ടിಗೆಲ್ಲ പോകുമ്പോൾ ഇങ്ങനത്തെ ബ്രാൻഡഡ് ബുർക്കലിട്ട് പാർട്ടിಗೆಲ್ಲ പോകുമ്പോൾ ಮೊಬೈಲ್ ವಿರಿಸಿಕೊಂಡು ഇങ്ങനെ പോകേണ്ടത്. മൊബൈൽ പർസലിട്ട് പോകേണ്ടത്. വലിയ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഇല്ല ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കല്ല കയ്യിൽ പിടിക്കുക. അങ്ങനെ കയ്യിൽ പിടിച്ചാൽ സ്റ്റൈലായിട്ട് പോകേണ്ടത്. അതിന് മൊബൈലും ജസ്റ്റ് ഐഫോണും നിണ്ടത് പൈസ അതിലിട്ട് പോകുക. ಬೇರೆ എന്ത് ಬೇಕಾവില്ല. ಸ್ಪಾರ್ಲೆಲ್ಲ ಡಿಸ್ಕೌಂಟ್ ആണ് കഴിയുന്നത്. പിന്നെ ഒരു ചീലൻ്റെ കെട്ടും നമ്മളെ ബാഗൊക്കെ തന്നിരിക്കണത് ഉമ്മനോട് പിടിക്കാൻ കൊടുക്കുമ്പോൾ പിടിയുമ്മ. ഇതാ ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. 599 ആണ് അത്ര പാൻറ്റൊക്കെ. ലേഡീസാണോ ജെൻസാണോ കൺഫ്യൂസ് ആണ് കേട്ടോ. ലേഡീസാണോ ലേഡീസാ. അപ്പം നമ്മൾ വന്നത് വേറെ ഇതിനാണ്, ഇവിടെ നോക്കുന്നത് വേറെ ഇതിനാണ്. ഇതേതാ ഹൈ റൈസ് പാൻറ്റ് കാണിച്ചാരട്ടാ. എന്താ കണ്ട 899 ഹൈ റൈസ് പാൻറ്റിന്. ബസ് പാറിലൊക്കെ ഉണ്ടല്ലേ ഡ്രസ്സസ്. പിന്നെ ഓക്കെ, ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഉമ്മ എസ്കേപ്പ് ആയിട്ടുണ്ടോ? ഉമ്മ ഞാൻ പറഞ്ഞില്ല ഉമ്മ കാണിയാവുന്നു. ഉമ്മ ബാ നോക്ക്, ഇവിടെ മാത്രം നോക്ക് പൈസ ഇതാ. ಅದರೊಡೆ ಕೀಲನ್ಯ ಇದೆಲ್ಲ ಇത്ര ಬೆಳ್ಳಿದುಲ್ಲೇ ಇದೀಗ ಪರ್ಸ್ ಅದೆಲ್ಲ ಬೇಕು. ഇങ്ങനെ ശരിയത്
ഇവിടെ ഉണ്ടോ? പൈസ കേട്ടോ അത് നിന്റെ ആധാർ കാർഡ് ആധാർ കാർഡിനുള്ളൂ. ആധാർ കാർഡ് 129 മാത്രം എടുക്കുക. ബാങ്കിലെ ബുക്ക് ഉണ്ടോ? ബാങ്കിലെ ബുക്ക് ബേക്ക് ആവണ്ട രജിസ്റ്റർ ആക്കിട്ടോ. ഇല്ല ആവല്ല ശരിയാവും. ഇതിനൊക്കെ ഓക്കെ കേട്ടോ. ഇതിന് 700 ഇല്ല, ഇതിന് 749 ആവുള്ളൂ. ഞാൻ പിന്നെ ബാട്ടത്ത് എടുക്കുന്ന കേട്ടോ നോക്കും ഇതിനൊക്കെ. പക്ഷെ എനിക്ക് വേണ്ട ബാഗ്. ഞാൻ എടുക്കുന്നെങ്കിൽ ഒരു 2000 ബഡ്ജറ്റ് ആക്കിയിട്ട് ബാട്ടത്ത് എടുക്കും. അത് 1 ഇയർ എനിക്ക് യൂസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പോവട്ടോ മോളിലേക്ക്. ബാമാനാട്ടിത് ബേബി ലിപ്സിൻ്റെത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ബാം ഞാൻ പിങ്ക് ലോലിറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കളർ ചെയ്ത് എനിക്ക് കൺഫ്യൂസ് ആയിട്ട് ചെറി കിസ് ഇതേ തന്നെ പിങ്ക് ലോലിറ്റ ഞാൻ യൂസ് ചെയ്യുന്നത്. ആണുള്ളത് ഇവിടെ റേറ്റൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് എന്ന് തോന്നുന്നത്. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി അല്ല, വേറെ ഐറ്റംസ് അല്ല. ഇനി ഇവിടെ തന്നെ സാധനം വാങ്ങണം വരണം. ഞാനിവിടെയാണ് കണ്ടത്. 699 എല്ലാം കിങ് സൈസാണ് കേട്ടോ. ഇത് നോക്കുക കംഫർട്ട്. റബ്ബേ 2499 ആണ് അത്ര ഈ കംഫർട്ട്. ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം. അത് കുറച്ച് രസമുണ്ട് നോക്കാണ്. ഇത് കംഫർട്ടാണ്. ഈ ബെഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. കിച്ചണിൻ്റെ ഗാല നോക്കും. നമ്മളെ കിച്ചണിൻ്റെ അക്സസറി പോയിക്കണം വാങ്ങണം. നിന്റെ തന്നി ബീത്ത് വീക്കരുത്. തന്നി ബീത്ത് വീക്കരുത്. ಬೇನಪ್ಪ ಇങ്ങനെ ತಿರುಗಿ ಇರ್ಕರ್ದ ಕುಡಿಕೋಗಲ್ಲ ಗ್ಲಾಸ್ ಮಿದರ್ತ ಭಯಂಕರ ಬೆಚ್ಚಾವಲ್ಲ ನಾರ್ಮಲ್ ಚಪಾತಿ ಬೇಕಲ್ಲ 500 ರೂಪಾಯಿ. അതെന്താ അങ്ങനത്തെല്ലാം എണ്ണ വെച്ച് വീത്താ മുച്ചുക ടാങ്ക് പോലെ ടാങ്ക് തഞ്ഞൊരു ടാങ്ക് പോലെ അങ്ങനെ എല്ലാം നോക്കുന്നത് റേറ്റ് നോക്കുന്നത് ഇത് ഇല്ല. அது கார்ல ஈ மக்கள் தெளித்து தண்ணி பலிக்கிற இது பிடிங்க இப்போ இங்கே எடுக்கிறேங்க நீ எடுக்கிறேன் கொஞ்சம் இருக்கு இன்னுங்க எடு அப்போ அம்மா எடுக்க போகணும். இதாவ கல்லர் இது இதாவா BPA ಫ್ರೀ ಇದು ನೋ ಪ್ರಾಬ್ಲಮ್. BPA ಫ್ರೀ ತೊಂದರೆ ಇಲ್ಲ. ತಣ್ಣಿ ಬಿತ್ತು ಅದು ಬಿಡಿ ಅದು ಬಾಕ್ಸ್ ಬಿಡೋಣ ಅದು ತೊಂದರೆ ಇಲ್ಲ. ಬಾಕ್ಸಲ್ಲಿ ಬೇರೆ ಕಲ್ಲರ್ ಇಲ್ಲ ಅದೆಲ್ಲ ನೀಲಿ ಕಲ್ಲರು ಬಾಕ್ಸ್ ಇದೆಯಾ ಅದೇ ಬಾಕ್ಸ್ ಇದೆ ಎಲ್ಲ ಈ ಕಲರ್ ಆವಾ ಇನ್ನೊಂದು ಕಲರ್ ಅಪ್ಪ ಇದು ಈ ಕಲರ್ ಹಿಡಿದ ಅದೇ ಚಂದ ಒಳ್ಳೆ ಅದೇ ಬಿಡಿ ಅದರ ಬಾಕ್ಸ್ ಇಲ್ಲ ಅಲ್ಲೇ ಬಾಬಾ ಇದು ബാ മെയിൻ ഇന്നോക്കണ്ട ഇനി നോക്കിയാൽ ഉമ്മ എല്ലാം പൊക്കും കഴിച്ചു എല്ലാം സാധനം ഉമ്മക്ക് വേണ്ടി വരും. ഉമ്മക്ക് വേണ്ടത്തെ സാധനം ഒന്നും ഉണ്ടാവില്ല. നിനക്ക് വേണ്ടത്തെ സാമാൻ എന്തില്ല ഇനി നോക്കിയാലോ. ഞാൻ നോക്കുന്നത് കൂടുതലായിട്ട് ക്ലീനിങ് കഴിക്കാൻ പോവാം. കാലുണ്ട് ഇതുണ്ട് എന്നാൽ തുടച്ച് തന്നെ ഭയങ്കര പാടിലാണ്. പിടിച്ചേ തന്നിമയ്യല്ലോ. ഫ്രോസൺ എന്തോ നോക്കിണ്ടോ നോക്കാൻ ഉണ്ടാക്കാൻ ആലു ടിക്കി
ഞാനിത് വാങ്ങി ഉമ്മ ഇത് വാങ്ങി. ഉമ്മക്ക് വെള്ളത്തിൻ്റെതല്ല ഭയങ്കര 3 to 4 hours റെഡി ആയിട്ട് നല്ല ഉണ്ടല്ല ബിരിയാണി മസാല പേസ്റ്റുള്ള നോ ആഡഡ് കളേഴ്സ് പോയല്ലേ 170 ട്രൈ ചെയ്യായിരുന്നു. നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകുന്നു. അങ്ങനെ ഉണ്ട്. എന്തെടുക്കണേ ഇതിട് വൈ നല്ല ബ്രെഡ് ഗാർലിക് റെഗ്യുലേറ്റ് ബ്രെഡ് ഇത് നല്ല ബ്രെഡ് മാത്രം ഗാർലിക് ഇട് അല്ല ചായത്തിക്കല്ല തിന്നോ നല്ല ബ്രെഡ് മാത്രം. ഇത് കുബൂസ് ಇಲ್ಲ ನೀ ಪೆಟ್ರೋಲ್ ಇತ್ತು ಬರ್ತೈತಲ್ಲ ಬಾ എൻ്റെ കുട്ടിയല്ലേ ഈ ആ ചെറിയ ടൊമാറ്റോ കാണുമ്പോൾ കുട്ടിക്ക് ചെറിയ അത് ഉമ്മണ്ടതാ. അത് ഒരു സാധനം എടുക്കല്ലേ പുറത്ത് വാതിലെടുക്കുന്ന മുമ്പായിട്ട് കാണിക്കല്ലത് എന്തിനാ അതല്ല ഓപ്പൺ ആക്കുന്നേ. പിന്നെ ഒരു കവർ ഉണ്ടായിരുന്നല്ലോ. ഉമ്മൻ്റെ കയ്യിലുണ്ടോ അത് ഉമ്മൻ്റെതാ തൊടല്ലേ. ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയ ബാച്ചുലേഴ്സ് ചിക്കൻ കറി. വയ്യ കൈസ് എന്താ പറയുക നോമ്പ് ലാസ്റ്റ് നോമ്പ് ആകുമ്പോണ്ടല്ലോ ഒരു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ. അവരിപ്പോൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരല്ലേ. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മടുത്തിട്ടുണ്ടാവും. മീൻസ് ഫുള്ള് എനർജി. ഒന്ന് അടിയാക്കുക, ഫൈറ്റാക്കുക, കരയുക, എനി ടൈം കരയുക വിത്തൗട്ട് റീസൺ. അങ്ങനെയൊക്കെല്ലാം ആകുമ്പോഴാണ് ഫുള്ള് ടയേർഡാവുന്നത്. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കുന്നത്. ഞാൻ ഓൾറെഡി മോളിൽ നിന്ന് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 4 സ്നാക്സ്. അതിലേക്ക് കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡെക്കറേറ്റ് ആക്കിയിട്ടുള്ള കുട്ടികൾ കൊടുക്കണം. അവർക്ക് നോമ്പിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചീസാണ് മെയിൻ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കി ഇതിലേക്ക് മല്ലിച്ചപ്പാണ് ഗ്യാസ് ഇല്ലത്ര ഗൈസ്. ഇപ്പോൾ വാറായത് കൊണ്ടിട്ട് ഇവിടെയൊക്കെ ഗ്ലാസ്സൊക്കെ പൂട്ടാണ്. 25 days കൂടുതലായിട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്യാസ് കിട്ടില്ല, സിലിണ്ടർ കിട്ടില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാ ടെൻഷൻ ഹോട്ടലൊക്കെ പൂട്ടുന്നതാണ് അത്ര കുറച്ച് ആൾക്കാർ. അപ്പം നമ്മളിവിടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അത് ഗ്യാസ് യൂസ് ചെയ്യാൻ തന്നെ പേടിയാണ്. കുട്ടികളെല്ലാം ഇരിക്കുമ്പോൾ ഹോട്ടലും പൂട്ടിയാൽ പിന്നെ നമുക്കാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. കറണ്ടിൻ്റെ ഗ്യാസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കറണ്ടിലെങ്കിലും ഫുഡ് ഉണ്ടാക്കാമല്ലോ ചെറുതായിട്ട്. ബട്ട് ഹോട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് വയറ്റിക്ക് തന്നെ ഇതല്ലേ. ഇതേ നമ്മൾ പച്ചക്കുതിര വന്നിരിക്കണട്ടോ ഗൈസ്. പച്ചക്കുതിര അറിയോ നമസ്കാരം ചെയ്യുന്നത്? നമസ്കാരം ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു നമസ്കാരം ചെയ്യുന്നൊക്കെ. നമ്മൾ പൊട്ടതറ കാണിച്ചുകൊണ്ടായിരുന്നു ഗ്രീനും. നമസ്കാര പക്ഷി എന്ന് പറയുന്നതിന് നമസ്കാരം. അപ്പൊ അത് കൈമോലാക്കി നമസ്കാരം ചെയ്യുവത്രേ. നമസ്കാരം നോമ്പ് തുറക്കുന്ന സമയത്ത് വന്നിരിക്കണം നമസ്കാര പക്ഷി. ഇതിന് ഞമ്മളൊക്കെ പേര് വെച്ചത് നമസ്കാര പക്ഷി. കത്താറ് അങ്ങಗೆಲ್ಲ ನಡುವುಲ್ಲ ರಾಯತಂಗೆಲ್ಲ ഇതവിടെ പ്രോബ്ലം അവിടെ. അങ്ങനെ നമ്മ പേടിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. ദുബായിൻ്റെ ഗലാട്ട നിൽക്കുന്നില്ലേ ഇത് ഞാനുണ്ടല്ലേ. ഇപ്പം അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിക്ക് ഇപ്പോൾ ചീസ് എന്തെങ്കിലും ഇടണം. ഇതൊരു ചീസ് ഇങ്ങനെ കുറച്ചായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാം കൊണ്ടല്ല അവർ ഇതെന്തോ മച്ചിങ്ങനെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വെറുപ്പിച്ച് വയ്ക്കും. ഇതെന്തോ മച്ചി ഇതിങ്ങനെ ടേസ്റ്റ് ഇതെന്താ ഇല്ലാത്ത ഇതെന്താ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് ചിക്കനിൻ്റെ എന്തോ ഒരു ബ്രെഡാണ് ഒരു എന്തോ സ്പെഷ്യലാണ് അറിയില്ല. അപ്പോൾ ഞാനതിനെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. ഞാറാ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്.